പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 3-ാം തീയതി ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് വീണ്ടും ഒരവസരം കൂടെ ഒരുക്കി തന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഒന്നോർത്ത് നോക്കിയ എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. നമ്മുടെ കൈകളെയൊക്കെ ഒന്ന് ഉയർത്തി അല്പസമയം നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം രാത്രിയിൽ നല്ല ഉറക്കം തന്നു, ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും കൈകൾ ഉയർത്തിയാട്ട് എന്നിട്ട് പറ, കർത്താവേ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എന്നെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അബ്ബാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അബ്ബാ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 86-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായവനില്ല, കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. 9-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവെ, അങ്ങുണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനുമല്ലോ, കർത്താവ് മാത്രം ദൈവമാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെടണം കേട്ടോ. ആരും അശ്രദ്ധരാകരുത്. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന അപ്പയാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ചെവി ചായ്ച്ച് കേൾക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് യാചിച്ചാലും അത് ഞങ്ങൾക്ക് തരുമെന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവിക നന്മകളും കൃപകളും അനുഭവിപ്പാൻ ഈ പകൽക്കാലം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥത പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ അടിപ്പിടരാൽ ഞങ്ങൾക്ക് ലഭിച്ച സൗഖ്യത്തിനായിട്ട് സ്തോത്രം. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യത റിലീസ് ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ, 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 ആരോഗ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് അലർജിയാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സ്വസ്ഥമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്കിൻ റാഷസിനാൽ ഭാരപ്പെടുന്നവർ ആമേൻ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. തലയിൽ ഡാൻഡ്രഫ് വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഹീലിംഗ് ആ തലയിൽ ഉണ്ടാകട്ടെ. ഡാൻഡ്രഫ് ഏറ്റവും വേഗത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നു എന്ന ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇയർ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുട്ടിന് താഴെ കാൽ വണ്ണകൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നടക്കുമ്പോൾ മസിൽ വലിച്ചിലുണ്ടാകുന്നു, നടക്കുമ്പോൾ മസിൽ പിടിക്കുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ കർത്താവെ, ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ആ വർധന ഉണ്ടാകട്ടെ, ദൈവിക വളർച്ച ഉണ്ടാകുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് നല്ലവനും വല്ലഭനും അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു.
പ്രത്യേകിച്ച് കർത്താവെ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. യൗവനക്കാരെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ നിറയട്ടെ. പരിശുദ്ധാത്മശക്തിയിൽ പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യവും നിറവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചാപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചു. വലിയ ആത്മസാന്നിധ്യവും വലിയ ദൈവശക്തിയും ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് കർത്താവ് അനുവദിച്ച വീണ്ടും കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഇന്ന് മീറ്റിങ്ങില്ല, നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ. ഇനിയും എബ്രായ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം ഇവിടെ പറയുന്നത്, മോശ കൂടാരം തീർപ്പാൻ അല്ലെങ്കിൽ പണി ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ കർത്താവ് പ്രത്യേകം പറഞ്ഞു, മോശേ, നിനക്ക് ഞാൻ പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം വേണം നീ സകലവും ചെയ്യുവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ പണിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ വന്ന് അതിനകത്ത് വസിക്കത്തുള്ളൂ, ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അപ്പം മോശ എന്താ ചെയ്യണം? മോശ പർവ്വതത്തിൽ സ്വീകരിച്ച ഒരു മാതൃകയുണ്ട്. പർവ്വതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് എന്ത് കണ്ടോ അതുപോലായിരിക്കണം ഇനിയും, ഹല്ലേലൂയ, സ്തോത്രം, താഴെ പണിയുന്നത്. എങ്കിൽ മാത്രമേ അതിനകത്ത് വരികയുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവസഭയാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ആമേൻ, നമ്മൾ ഈ ലോകത്തിൻ്റെ ട്രെൻഡുകൾക്കനുസരിച്ചോ ഈ ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്ന അനുസരിച്ചോ അല്ല നമ്മളെ കൊണ്ടുപോകേണ്ടത്. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആലോചന പ്രകാരം വേണം, ഹല്ലേലൂയ, നമ്മൾ കാര്യങ്ങളെ ചെയ്യുവാൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ സ്വർഗീയത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു മൗണ്ടൻ എക്സ്പീരിയൻസ് ഉണ്ടാകണം. മൗണ്ടൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് റെവലേഷൻ, പ്രാർത്ഥനയുടെ സ്ഥലം, ദൈവിക വെളിപ്പാടുകളെ പ്രാപിക്കുന്ന സ്ഥലം, ദൈവിക രഹസ്യങ്ങളെ സ്വീകരിക്കുന്ന സ്ഥലം. അപ്പോൾ ആ മൗണ്ടൻ എക്സ്പീരിയൻസിൽ മോശ പർവ്വതത്തിലിരിക്കുമ്പോൾ മോശയ്ക്ക് എന്ത് ചെയ്തു? മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ചാണ് ഈ കൂടാരത്തിൻ്റെ പാറ്റേൺ ദൈവം കൊടുത്തത്. ഹല്ലേലൂയ. അപ്പം ആ ദൈവവുമായിട്ടുള്ള കോൺവെർസേഷൻ സമയത്താണ് ദൈവം തൻ്റെ പാറ്റേൺ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അല്ലാതെ മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോഴല്ല. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഡെയിലി നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയം, ആമേൻ, അവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകൾ അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ നാളുകളെ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ബിസിനസ്സിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ആമേൻ, ഓരോ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആ മൗണ്ടൻ എക്സ്പീരിയൻസിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും തന്നെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തന്നെ, ഹല്ലേലൂയ, എന്തു വേണം? ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. അവിടെയാണ് എൻകൗണ്ടറുകൾ സംഭവിക്കുന്നത്. ആമേൻ. ഇപ്പം ആ വിവാഹ കാര്യമായാലും ഏത് കരിയർ അല്ലെങ്കിൽ ജോലി എടുക്കണം, ഏത് കോഴ്സ് ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത്, ആമേൻ, എന്ത് തീരുമാനങ്ങൾ എടുക്കണം, ആമേൻ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചുകൊണ്ട് നടക്കും. അവരോട് ചോദിക്കും, ഇവരോട് ചോദിക്കും. നമുക്കറിയാമല്ലോ, നമ്മളെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് പൗലോസ് യാത്ര ചെയ്യുന്ന കപ്പലിനടിക്കുമ്പോൾ അവൻ കപ്പലിൻ്റെ ഉടമസ്ഥനൊക്കെ ഈ കപ്പലുമായിട്ട് ബന്ധമുള്ളവരോട് ആ കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പൗലോസ് പറഞ്ഞ വാക്കിനേക്കാളും അവർ എക്സ്പീരിയൻസുള്ള അവരുടെ വാക്കുകളെയാണ് കേൾക്കാൻ പോയത്. പക്ഷേ ദൈവവൈദ്യനെ സംബന്ധിച്ച് ലോകത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ വാക്കുകളല്ല കേൾക്കേണ്ടത്. ലോകത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം, ദൈവത്തിൽ നിന്ന് ആലോചന ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം, ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആമേൻ, ആമേൻ. ഏത് കാര്യങ്ങളിലാണെങ്കിലും ഒരു ബന്ധം അത് ദൈവവുമായിട്ട് ചോദിച്ചിട്ടല്ലെങ്കിൽ അത് അവസാനം തകർച്ചയ്ക്ക് കാരണമാകും.
കാരണമാകും. സാമ്പത്തികമായ കാര്യങ്ങൾ ദൈവിക ജ്ഞാനത്തിൽ ചെയ്തില്ലെങ്കിൽ അവസാനം അത് കടം കയറാനും ആമേൻ ടെൻഷനാകാനും കാരണമാകും. ആമേൻ ഏത് കാര്യമാണെങ്കിലും കർത്താവുമായിട്ട് കൂടെ ഇരിക്കുക, കർത്താവിൽ നിന്ന് ആമേൻ ആലോചനകളെ പ്രാപിക്കുക, കർത്താവിനോട് ചോദിച്ചതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ഇന്ന് പ്രഭാതത്തിൽ? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ എന്നും കൃത്യമായ സമയങ്ങൾ വേർതിരിച്ച് അതിന് ടൈം ടേബിൾ ഉണ്ടാക്കി അതെൻ്റെ മൗണ്ടൻ ടൈമാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. കർത്താവ് നിങ്ങൾക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും കേട്ടോ. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൗണ്ടൻ എക്സ്പീരിയൻസ് തരട്ടെ. എല്ലാവർക്കും ആ പർവ്വതത്തിലിരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. എന്നും ആ ഒരു അനുഭവം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ വൈകിട്ട് നമുക്ക് മീറ്റിംഗ് കൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. അമേൻ, അമേൻ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.